ഹലോ, എല്ലാവർക്കും കുക്കിംഗ് അറ്റ് മൈ ഫ്ലവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കൊരു പാർട്ടിക്കോ ഗസ്റ്റ് വരുമ്പോഴോ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായ ഒരു മിൽക്ക് ഷേക്കാണ്. ഇത് ഞാനിവിടെ 2 ഫ്ലേവറിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. ഞാൻ അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ മെഷർമെൻറ്റിൽ നമുക്കൊരു 4-5 ഗ്ലാസ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാല് സ്റ്റവിൽ വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില കസ്റ്റേർഡ് പൗഡറാണ്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ ചേർത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മളിപ്പോൾ കുറച്ച് ചേർത്താൽ മതി. ലാസ്റ്റ് നമ്മൾ റോസ് സിറപ്പൊക്കെ ചേർക്കാനുള്ളതാണ്. റോസ് സിറപ്പിലൊക്കെ ആണെങ്കിൽ മധുരം ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. റെഡിയായ കസ്റ്റേർഡ് മിക്സ് നമുക്ക് 2 ബൗളിലേക്ക് ഈക്വലായിട്ട് ഒഴിച്ച് വെക്കാം. ഇങ്ങനെ ഒരു ബൗളിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റോസ് സിറപ്പ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. റോസ് സിറപ്പിന് പകരമായിട്ട് നമുക്ക് സ്ട്രോബെറി സിറപ്പോ ഗ്രേപ്പ് സിറപ്പോ ഒക്കെ വാങ്ങാൻ കിട്ടും. നമുക്ക് ഏത് ഫ്ലേവറിലുള്ള വേണമെങ്കിലും ഉപയോഗിക്കാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റോസ് സിറപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് റോസ് സിറപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു നല്ല പിങ്ക് കളറിലൊരു വെൽക്കം ഡ്രിങ്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ സിറപ്പിനൊക്കെ നല്ല മധുരമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മധുരം ചേർക്കുമ്പോഴത്തേക്കും കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മധുരം കൂടിപ്പോകും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് പിസ്ത ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്കാണ്. ഞാനിവിടെ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിസ്ത ഏലാച്ചി മിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് 2-3 ഡ്രോപ്പ് ഇട്ടാൽ മതി. നല്ല ഏലക്കയുടെ മണവും പിസ്തയുടെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. നമുക്കിത് 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്ത മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള മധുരമെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മധുരം ചേർക്കേണ്ടി വരും, കാരണം ഇതിൽ പ്രത്യേകിച്ച് മധുരമൊന്നുമില്ല നമ്മൾ ചേർത്തിരിക്കുന്ന മിക്സിൽ. ഇപ്പോൾ 2 ഫ്ലേവറിലുള്ള മിൽക്ക് ഷേക്കും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറുത്ത കസ്കസാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് സമയം കുതിർത്ത് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതുപോലെ തന്നെ റോസ് സിറപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നമുക്ക് കസ്കസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അതിന് ശേഷം ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഉപയോഗിക്കാം. ഇനി റെഡിയായ മിൽക്ക് ഷേക്ക് നമുക്കൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കസ്കസും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 ഫ്ലേവറിലുള്ള നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്.